ഹായ് ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടി ഒരു യാത്ര പോവുകയാണ്. പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റാങ്കര പള്ളിയിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അത്ത, ഞാൻ, ഉമ്മ, റാഫിക, അജു എല്ലാവരും കൂടെ കൂട്ടിയിട്ടാണ് പോയിരുന്നത്. നമ്മൾ വെളുപ്പിന് ഒരു 3 മണിക്കൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എല്ലാം സെറ്റായി ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേനും ഒരു 5 മണി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഫുഡ് രാവിലത്തേക്കുള്ള കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ വന്നപ്പോഴത്തേനും കുറച്ച് താമസിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ത പള്ളിയിൽ, ആറ്റാങ്കര പള്ളിയിൽ കല്യാണത്തിന് മുമ്പും പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഒരു ഇതുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകണമെന്ന്. ഞാനൊരു 2-3-4 വർഷത്തിന് മുമ്പായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേന് നമ്മളങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ തമിഴ്നാട് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ചുറ്റില്ലല്ലേ? എല്ലാരും പേര് വിളിച്ചു കൊടുക്ക്. തവിയെ കൊണ്ടുവന്ന ഇതെന്തു അച്ചാറാ? ഇതെന്തു അച്ചാറാ? ഇതെന്തരാ? ചമ്മന്തിക്കറി ഇക്കാക്ക് ഇഷ്ടപ്പെട്ടേ? പ്ലേറ്റ് എടുക്കണോ? വേണ്ട വേണ്ട, പ്ലേറ്റ് വേണ്ടല്ലേ? എവിടെ ഇരുന്നാണ് അകത്തേറി മൊത്തം തട്ടി അമ്മ കറി ചരിയുന്നുണ്ടമ്മ കാർ ഇവിടെ നിർത്തി കഴിക്കും. എന്നാ വെള്ളമുണ്ട്. ചപ്പാത്തിയും ദോശയും മുട്ടക്കറിയും ചമ്മന്തിക്കറിയും ഒക്കെയായിരുന്നു നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിർത്തിയിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു സ്ഥലമായിരുന്നു. തമിഴ്നാട് കയറുന്നതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചതിന് വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് എത്തിയപ്പോഴത്തേനും പിന്നെ ടോയ്ലറ്റിൽ പോകണമായിരുന്നു. അങ്ങനത്തേനും പിന്നെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു പെട്രോൾ പമ്പിൽ. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പള്ളിയിലോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളങ്ങോട്ട് പിന്നെ പള്ളിയിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ. അത് കഴിഞ്ഞ് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ പറഞ്ഞാൽ മതി, അവരെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചോറ് വെച്ച് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ റൂം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. റൂം നമ്മൾ പള്ളിയുടെ അടുത്ത് തന്നെയാണ് എടുത്തത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് പള്ളിയിലോട്ട് വരാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി നമ്മൾ റൂം എടുക്കുന്നത് പള്ളിയുടെ അടുത്ത് തന്നെ ആയിരുന്നു. ഇവിടെ ആയിരുന്നു നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റൂം എടുത്ത് കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് നമ്മൾ വീണ്ടും പള്ളിയിലോട്ട് പോകാമെന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു. റൂമിൽ AC കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു എല്ലാവർക്കും കൂടെ കിടക്കാത്തക്ക രീതിയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റൂമിലൊക്കെ വന്ന് കുറച്ച് നേരം ഞങ്ങൾ കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അപ്പോഴത്തേനും അവിടെ ചോറ് അവിടെ വെച്ച് കാണും, ഇത് നമ്മൾ ചെന്നിട്ട് ഇതാക്കും. അങ്ങനെ നമ്മൾ നേരെ വീണ്ടും പള്ളിയിലോട്ട് പോകാനായിട്ട് അപ്പോൾ ഉമ്മ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചൂല് അവിടെ കിടപ്പുണ്ട് റൂം ഒന്ന് തൂക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി. പിന്നെ റാഫിക്കായി, അത്തായി, അജും കൂടെ ഒക്കെ ചോറ് വിളമ്പി കൊടുക്കാൻ വേണ്ടി പോയി. പിന്നെ നമുക്കുള്ള ചോറ് എടുത്തുകൊണ്ട് റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പള്ളിയിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പള്ളിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നല്ല ആളായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നിട്ട് അകത്തൊക്കെ കയറിയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നല്ല രസം അവിടെ ഇങ്ങനെ ഇരിക്കാനും എല്ലാവരും ഇങ്ങനെ പോകുന്നതും വരുന്നതും ഒക്കെ കാണാനും. പിന്നീട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അവിടെ അടുത്തുള്ള കടകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രി ആയപ്പോഴത്തേനും പള്ളിയിൽ പോയി കുറച്ച് നേരം ഇരിക്കാന്നുള്ള രീതിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അജു വന്നിട്ടില്ലായിരുന്നു. അജുവിന് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു വണ്ടി ഓടിച്ച് വന്നതിൻ്റെയൊക്കെ. പിന്നെ നമ്മൾ രാത്രി പോയി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരു 12 മണി വരെയൊക്കെ നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ റൂമിൽ വന്ന് കിടന്ന് പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ വീട്ടിലോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.